രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ ടീമിൽ ആരൊക്കെ ഭാരവാഹികളുമെന്ന ആകാംക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ കേരളം എന്നത്. മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ യുവാക്കൾക്ക് പ്രാതിനിധ്യമുള്ള ടീമിനെ സംഘടിപ്പിക്കാനാകും രാജീവ് ശ്രമിക്കുക. പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പുതിയ പ്രസിഡന്റ് പരിഗണിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. BJPയെ കേരളത്തിൽ ഭരണത്തിലെത്തിക്കുക എന്നുള്ളതാണ് തന്റെ ദൗത്യമെന്ന് ചുമതല ഏറ്റെടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുമ്പോൾ ഒട്ടേറെ വെല്ലുവിളികളാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് സംഘടനാ രംഗത്ത് ഒരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അദ്ദേഹം നേടാൻ പോകുന്ന ആദ്യത്തെ വെല്ലുവിളിയായിരിക്കും. ഗ്രൂപ്പിസം സംസ്ഥാന BJPയിലെ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ അവഗണിക്കാനും അംഗീകരിക്കാനും പുതിയ പ്രസിഡന്റിന് അവകാശവും അധികാരവുമുണ്ട്. ഗ്രൂപ്പ് നേതാക്കളെ അവഗണിച്ച് ഒരു ടീമുണ്ടാക്കാൻ രാജീവ് ശ്രമിച്ചാൽ അത് വിപ്ലവകരമായിരിക്കും. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഗ്രൂപ്പ് അംഗീകരിച്ചു തന്നെ അർഹരായവർക്ക് അർഹമായ പരിഗണന കൊടുക്കാനാകും രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുക. 4 ജനറൽ സെക്രട്ടറി പോസ്റ്റുകളാണ് സംസ്ഥാന ഭാരവാഹി പട്ടികയിലെ ഉത്തരവാദിത്തമേറിയ പദവി. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായതോടെ നിലവിലെ ടീമിൽ ഒരു ജനറൽ സെക്രട്ടറി പദം ഒഴിവുണ്ട്. ക്രിസ്ത്യൻ പരിഗണന വെച്ചാൽ ഷോൺ ജോർജിന് നറുക്കു വീഴും. ഇല്ലെങ്കിൽ സെക്രട്ടറി പദമെങ്കിലും ഷോണിന് ഉറപ്പാണ്. MT രമേശിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തുമോ എന്നത് മറ്റൊരു ആകാംക്ഷയാണ്. ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറി പദവിയിൽ തിരിച്ചെത്തിക്കാനും രാജീവ് ശ്രമിക്കും. പാർട്ടിയുടെ യുവനിരയിൽ എത്ര പേർ നേതൃത്വത്തിലെത്തുമെന്നും കണ്ടറിയണം. പ്രതീഷ് വിശ്വനാഥിനെ പോലെ കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള പാർട്ടിക്ക് പുറത്തുള്ള ഒരാളെ ഭാരവാഹി പട്ടികയിൽ പരിഗണിച്ചേക്കാമെന്ന അഭ്യൂഹവും പ്രചരിക്കുന്നുണ്ട്. വിശ്വസ്തനായ ഒരു ജനറൽ സെക്രട്ടറിയെ സംഘടന ഏൽപ്പിച്ചില്ലെങ്കിൽ രാജീവിന് പുതിയ ചുമതല ഭാരമായി മാറും. വിശേഷിച്ച് RSS പ്രചാരകരായ ഓർഗനൈസിംഗ് സെക്രട്ടറിമാർ BJPയെ സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ പ്രസിഡന്റിനെ സംഘടനാ തലത്തിൽ സഹായിക്കാൻ ഒരു ഭാരവാഹി നിർബന്ധമായും കൂടെ വേണം. പാർട്ടിയിലെ ഏത് ഗ്രൂപ്പായിരിക്കും രാജീവ് ചന്ദ്രശേഖറുമായി ഏറ്റവും അടുത്തിടപഴകുക എന്നുള്ളത് മറ്റൊരാകാംക്ഷയാണ്. 1/2 ഡസൻ നേതാക്കന്മാർ അധ്യക്ഷ പദവി കാത്തിരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പ്രഖ്യാപിക്കുന്നത്. കഴിവ് തെളിയിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. പരാജയപ്പെടാൻ കാത്തിരിക്കുന്നവർ കൂടെയുണ്ട് എന്നുള്ള ഭീഷണി അദ്ദേഹവും തിരിച്ചറിയുന്നുണ്ടാവും. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.